അനിൽ പണിക്കർ ദുഷ്ടലാക്കോട് കൂടി വർഗീയ അജണ്ട വെച്ചാണ് കെ സുരേന്ദ്രൻ ഈ സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്നാക്കണം എന്ന ആ ഒരു പ്രസ്താവന നടത്തിയതെന്നാണ് ശ്രീ സിയാറിന്റെ നിഗമനം. താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ശ്രീ മഞ്ജുഷ്, ഇതിൽ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഒന്ന്, ഈ സ്ഥലനാമങ്ങളെ പുനർനാമകരണം ചെയ്യുക എന്ന് പറയുന്നത് ഇന്ത്യയിലോ കേരളത്തിലോ തന്നെ അപൂർവമായിട്ട് മാത്രം നമ്മൾ കാണുന്ന ഒരു കാര്യമല്ല. നിരവധി സ്ഥലങ്ങളുടെ പേരുകൾ മാറ്റിയിട്ടുണ്ട്. അതൊരു പക്ഷേ ബ്രിട്ടീഷുകാരിട്ടിരുന്ന പല പേരുകളും നമ്മൾ മാറ്റിയിട്ടുണ്ട്. മുഗളന്മാരുടെ പേരിൽ അറിയപ്പെട്ടിരുന്ന പല സ്ഥലങ്ങളും നമ്മൾ മാറിയിട്ടുണ്ട്. അത് പലപ്പോഴും നടന്നിട്ടുണ്ട്. പല നടപടികളും രാഷ്ട്രീയ പ്രേരിതമായിട്ട് തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി ഒരുപക്ഷെ ഇതിനെ എതിർക്കും എന്നാണ് ഞാൻ കരുതുന്നത്, ഇപ്പോൾ കെ സുരേന്ദ്രൻ പറയുന്ന ഒരു പ്രസ്താവനയെ. പക്ഷെ അവരുടെ പ്രധാനപ്പെട്ട സഖ്യകക്ഷിയുടെ നേതാവായിട്ടുള്ള ഉദ്ധവ് താക്കറെ തന്നെയാണ് ഔറംഗാബാദിനെ മാറ്റിയിട്ട് ഛത്രപതി സംഭാജി നഗർ എന്ന പേരിലേക്ക് പേര് മാറ്റുന്നത്. മാറ്റുന്ന സമയത്ത് കോൺഗ്രസിൻ്റെ നിലപാട് എന്തായിരുന്നു എന്ന് എനിക്കറിയില്ല. ഒസ്മാനാബാദ് എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു, അതിനെ ധാരാഷിവ് എന്ന രീതിയിലേക്ക് മാറ്റിയിരുന്നു. ആ സമയത്ത് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നതായിട്ട് തോന്നുന്നില്ല. അപ്പോൾ ഇതൊക്കെ തന്നെ പലപ്പോഴും മതപരമായിട്ടുള്ള പല കാരണങ്ങളാൽ തന്നെ അങ്ങനെ സ്ഥലപ്പേരുകൾ മാറ്റിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ട്, താങ്കൾ തന്നെ പറഞ്ഞതുപോലെ ഇപ്പോൾ അലഹബാദിനെ പ്രയാഗ്രാജ് എന്നാക്കുന്ന, ഫൈസാബാദിനെ അല്ലെങ്കിൽ അയോധ്യ എന്ന രീതിയിലത്തേക്ക് നാമകരണം ചെയ്യുന്ന വിഷയങ്ങളുണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ കർണാടകയും മഹാരാഷ്ട്രയും തമ്മിലുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നം ബൽഗാമിൻ്റെ പേര് മാറ്റിയിട്ട് ബലഗാവി എന്നാക്കുന്ന സമയത്തായിരുന്നു. കാരണം ഈ ബൽഗാം കർണാടകയുടേതാണ് എന്ന് കർണാടകയും അതേപോലെ തന്നെ മഹാരാഷ്ട്രയുടേതാണ് എന്ന് മഹാരാഷ്ട്രയും പറഞ്ഞിരിക്കുന്ന ഒരു സമയത്താണ് അതിനെ പൂർണ്ണമായിട്ടും ഒരു കന്നഡ നാമം അതിന് നൽകുന്നതും പിന്നീട് അതിന് അപ്രൂവലൊക്കെ കിട്ടുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള കാരണങ്ങളാലാണെങ്കിലും മതപരമായിട്ടുള്ള കാരണങ്ങളാലാണെങ്കിലും ഒക്കെ തന്നെ വിവിധ രാഷ്ട്രീയ കക്ഷികൾ നമ്മുടെ നാട്ടിൽ ഈ പേരുകളൊക്കെ തന്നെ മാറ്റിയിട്ടുണ്ട്. അത് പണ്ട് കാലം മുതൽ തന്നെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അല്ലാതെ ഇപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഏതെങ്കിലും ഒരു BJP ഗവൺമെൻറ് വന്നതിന് ശേഷം മാത്രമൊന്നുമല്ല. 18-ാം നൂറ്റാണ്ടിൽ തന്നെ പല സ്ഥലങ്ങളുടെ പേരുകൾ ഇതുപോലെ തന്നെ മാറ്റിയിട്ടുണ്ട്. നാഷിക്കിനെ ഈ ഗുൽഷനാബാദ് എന്ന പേരിൽ നിന്ന് നാഷിക് എന്ന പേരിലേക്ക് മാറുന്നതൊക്കെ തന്നെ നമ്മുടെ ഒരു ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം അല്ലെങ്കിൽ രാമായണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചരിത്രത്തിൻ്റെ ഒക്കെ പേരിലാണ്. അപ്പോൾ പേര് മാറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു പോളിസി ഡിസിഷനാണ്, നമുക്ക് അങ്ങനെ പറയാം. അതായത് അതിൽ കൂടുതലും വരുന്നത് ഇപ്പോൾ മോദി സർക്കാർ അധികാരത്തിൽ എത്തിയതിനു ശേഷം ഈ മുഗൾ സംസ്കാരവുമായും ഇസ്ലാമിക സംസ്കാരവുമായും ഇടചേർന്നു നിൽക്കുന്ന പേരുകളാണ് മാറ്റിയിട്ടുള്ളത്. അതാണല്ലോ പ്രധാനമായിട്ടും വിമർശനം വരുന്നത്. അതിനെ പലയിടങ്ങളിലും എതിർപ്പ് വരുന്നു. ഇപ്പോൾ ഉത്തർപ്രദേശിൽ നിന്ന് പ്രപ്പോസ് ചെയ്തു പോയതിൽ പലതും മാറ്റിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ അത് ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ ആ ശുപാർശ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ തെലങ്കാനയിൽ നിന്നുള്ള ഈ ഹൈദരാബാദ് എന്നുള്ള പേരുമാറ്റം അതിന് പക്ഷേ ഇതുവരെ അംഗീകാരം കിട്ടിയിട്ടില്ല. അങ്ങനെ കുറേയേറെ പേരുകളുണ്ട് ഇപ്പോഴും അംഗീകാരം കാത്തു കിടക്കുന്നു. പക്ഷേ അതിൽ ഒട്ടുമിക്കവയും ഇത് തന്നെയാണ്, ഈ മുഗൾ സംസ്കാരവുമായും ഇസ്ലാമിക സംസ്കാരവുമായും ഇഴചേർന്ന് കിടക്കുന്നവയാണ്. ഇവിടെ ഇപ്പോൾ സുൽത്താൻ ബത്തേരിയുടെ കാര്യം വരുമ്പോഴും അങ്ങനെയാണല്ലോ. സുരേന്ദ്രൻ പറയുന്നു സുൽത്താൻ ബാറ്ററി എന്നായിരുന്നു പേരെന്ന്. അത് ശരിയുമാണ്, സുൽത്താൻ ബാറ്ററി എന്നായിരുന്നു. അത് പിന്നീട് സുൽത്താൻ ബത്തേരി എന്ന് മാറുകയായിരുന്നു. ഇപ്പോൾ സുൽത്താന്റെ ആയുധപുര എന്ന വാക്കിൽ നിന്ന് സുൽത്താൻ ബത്തേരി ആവുന്നു. അതിനു മുൻപ് ഗണപതി വട്ടമായിരുന്നു. അത് ശരി തന്നെയാണ്. പക്ഷേ ഇപ്പോൾ പേരുമാറ്റം എന്നുള്ള ആവശ്യം ടിപ്പു സുൽത്താനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ശേഷിപ്പുകൾ ഉണ്ടാകരുത്, അതിന്റെ ആവശ്യമില്ല എന്നുള്ള കാര്യത്തിലാണല്ലോ. അപ്പോൾ വടക്കേ ഇന്ത്യയിൽ പറയുന്ന അതേ കാര്യം തന്നെ അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഹൈദരാബാദ് എന്ന് പറയുന്ന പേര് എങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഭാഗ്യനഗർ എന്ന രീതിയിലത്തേക്ക് മാറ്റുകയാണ് വേണ്ടത്. പക്ഷേ അത് ആ രീതിയിലത്തേക്ക് നടക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അതേപോലെ എനിക്ക് തോന്നുന്നത് അഹമ്മദാബാദ് BJPക്ക് വലിയ ഭൂരിപക്ഷമുള്ള സ്ഥലമാണ്. കർണാവതി എന്ന രീതിയിലത്തേക്ക് പേര് മാറ്റണം എന്ന രീതിയിലുള്ള ഒരു വലിയ ഡിമാൻഡുണ്ട്. അതും അംഗീകരിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ അത് ഹൈദരാബാദിന്റെ പേര് എന്റെ അറിവ് തെറ്റാണെങ്കിൽ താങ്കൾക്ക് തിരുത്താം. അത് സർക്കാരിൽ നിന്നുള്ള ശുപാർശ വന്നിട്ടില്ല. അവിടെ BJP നേതാക്കളുടെ ഒരു ശുപാർശ മാത്രമാണ്. അതുകൊണ്ടല്ലേ അത് മാറ്റാതിരുന്നത്? അത് മാറ്റാൻ പറ്റാതെ വന്നിരിക്കുന്നു ഇതുവരെ. അതെ, അല്ല, അങ്ങനെ നമ്മൾ നോക്കിയാൽ അഹമ്മദാബാദ്, അതുകൊണ്ടാണ് ഞാൻ ഗുജറാത്ത് ഉദാഹരണമായിട്ട് പറഞ്ഞത്. ഗുജറാത്തിൽ ഭൂരിപക്ഷമുള്ളതും ഇവിടെ ഭരിക്കുന്നതും എത്രയോ നാളുകളായിട്ട് BJP ആണ്. പക്ഷേ അഹമ്മദാബാദ് എന്ന് പറയുന്ന പേരിനെ മാറ്റി കർണാവതി എന്ന രീതിയിലത്തേക്ക് മാറ്റുന്നതിനുള്ള പ്രപ്പോസൽ ഇതുവരെയും അംഗീകരിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു വിവാദം പറയുന്ന സമയത്ത് ഇവിടെ ശ്രീ കെ സുരേന്ദ്രന് ഈ നാമകരണത്തിലുള്ള റോൾ എന്താണ് എന്നുള്ളത് ചിന്തിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഉദാഹരണങ്ങൾ പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞത്, നമുക്ക് ഇങ്ങനെ ഒരു പേര് മാറ്റം, അത് മതപരമായിട്ടുള്ള കാരണങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള കാരണങ്ങളായിക്കോട്ടെ, എന്തുമായാലും പേര് മാറ്റുക എന്ന് പറയുന്നത് ഒരു പോളിസി ഡിസിഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് അധികാരമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ അങ്ങനെ പേര് മാറ്റാം. പക്ഷേ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം സുൽത്താൻ ബത്തേരി എന്ന പേരിനെ ഗണപതി വട്ടം എന്ന പേര് എന്നാക്കി മാറ്റുന്നതിന് കെ സുരേന്ദ്രന് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. കെ സുരേന്ദ്രൻ പറയുന്നത് പോലെ അദ്ദേഹം ജയിച്ച MP ആയിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇത് മാറുന്നു എന്ന് വെച്ചാൽ അങ്ങനെ അല്ല അതിൻ്റെ പ്രൊസീജിയർ. ഇതിന് വളരെ കൃത്യമായിട്ടൊരു സ്ഥലത്തിനെ പുനർനാമകരണം ചെയ്യുന്നതിനുള്ള ഒരു കൃത്യമായിട്ടുള്ള എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ഉണ്ട്, ഒരു കീഴ്വഴക്കമുണ്ട്. അതനുസരിച്ച് ഇതിൻ്റെ റിക്വസ്റ്റ് ആദ്യം പോകേണ്ടത് സംസ്ഥാനത്തുള്ള നിയമസഭയിൽ നിന്നാണ്. അതായത്
നിയമസഭാ MLA മാരെല്ലാവരും കൂടി ഇത് ചർച്ച ചെയ്തതിനു ശേഷം ഇങ്ങനെ ഒരു പേരുമാറ്റം അനിവാര്യമാണ് എന്ന് പറഞ്ഞ് ഒരു പ്രമേയം പാസ്സാക്കണം. അത് പാസ്സാക്കാനായിട്ട് ശ്രീ കെ സുരേന്ദ്രന്റെ പാർട്ടിക്ക് നിലവിൽ കേരളത്തിലെ സാഹചര്യത്തിൽ ഒരു MLA പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ കഴിയുകയില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവർക്ക് നിർണായകമായിട്ടുള്ള ഭരണ സ്വാധീനമുള്ള ഒരു ഘട്ടത്തിൽ മാത്രമേ ഈ രീതിയിലുള്ള ഒരു പേരുമാറ്റം പ്രൊപ്പോസ് ചെയ്യാൻ കഴിയൂ. ഇതതിൻ്റെ ഒന്നാമത്തെ സ്റ്റേജാണ്. രണ്ടാമത്, ഇത് അസംബ്ലിയിലുള്ള ഒരു മെജോറിറ്റിയിൽ ഇത് അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് കേന്ദ്രത്തിന് ഇത് സമർപ്പിക്കപ്പെടുകയാണ്. കേന്ദ്രത്തിന് സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് ആഭ്യന്തര മന്ത്രാലയത്തിനാണ് സമർപ്പിക്കപ്പെടുന്നത്. ആഭ്യന്തര മന്ത്രാലയത്തിന് ഈ രീതിയിലുള്ള ഒരു റിക്വസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവരത് 3 ഡിപ്പാർട്ട്മെന്റുകൾക്ക് അയച്ചു കൊടുക്കും. അവിടെ നിന്ന് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം മാത്രമേ ഈ ഒരു പോളിസി മാറ്ററായിട്ട് പോലും ഇതിനെ ആഭ്യന്തര വകുപ്പ് കൺസിഡർ ചെയ്യുകയുള്ളൂ. അതിലൊന്ന് തപാൽ വകുപ്പാണ്. അപ്പോൾ തപാൽ വകുപ്പിന് ഇത് അയച്ചു കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു പേരുമാറ്റത്തിന്റെ പ്രപ്പോസൽ ഉണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടോ എന്നുള്ളത് അവരോട് ചോദിക്കുന്നു. രണ്ടാമത് അയക്കുന്നത് സർവേ ഓഫ് ഇന്ത്യക്കാണ്. അപ്പോൾ സർവേ ഓഫ് ഇന്ത്യയോട് ചോദിക്കുന്നു, ഇങ്ങനെ ഒരു പേരുമാറ്റമുണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ. മൂന്നാമത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെയിൽവേസ് ആണ്. റെയിൽവേ മന്ത്രാലയത്തിനും ഇത് അയച്ചു കൊടുക്കുന്നു. ഇത് കൊടുത്തതിന് ശേഷം ഈ 3 സ്ഥലത്ത് നിന്ന് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം മാത്രമാണ് കേന്ദ്ര സർക്കാർ ഇതിനെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ പാസ്സാക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ ശ്രീ കെ സുരേന്ദ്രനോ അദ്ദേഹത്തിന്റെ BJP കേരളത്തിലെ പാർട്ടിക്കോ സാധ്യമല്ലാത്ത ഒരു കാര്യത്തിനെ പറ്റിയാണ് ശ്രീ കെ സുരേന്ദ്രൻ പറയുന്നത് എന്ന് മാത്രം നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കിയാൽ പിന്നെ പ്രശ്നങ്ങളില്ല. അപ്പോൾ അത് അദ്ദേഹം ഒരുപക്ഷെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന രീതിയിൽ ഒരുപക്ഷെ കേന്ദ്ര തലത്തിൽ തന്നെ പല BJP സർക്കാരുകളും ശ്രമിച്ചിട്ടുള്ളതുപോലെ പേര് മാറ്റിയിട്ടുള്ളതുപോലെ ഒരു സ്ഥലത്തിനെ പുനർനാമകരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ താല്പര്യപ്പെടുന്നു എന്ന രീതിയിലത്തേക്ക് അദ്ദേഹം ഒരു പ്രസ്താവന പറയുന്നു. അത് കേരളം മുഴുവൻ വലിയ ചർച്ചയാകുന്നു. നമ്മുടെ നാട്ടിലുള്ള മാധ്യമ സ്ഥാപനങ്ങളടക്കം അതൊരു ചർച്ചാ വിഷയമായിട്ട് എടുക്കുന്നു. എന്നതിനപ്പുറത്തേക്ക് നിലവിൽ ഈ ഗണപതി വട്ടം എന്ന പേരിലേക്ക് തിരിച്ചു പോകാനായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള സാധ്യതകളുമില്ല. കാരണം അത് നമ്മുടെ നിയമസഭയാണ് അതിൻ്റെ പ്രാരംഭമായിട്ടുള്ള നടപടി സ്വീകരിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിലവിൽ കേരളത്തിലെ BJPക്ക് ഇല്ലാത്തത് കൊണ്ട് ശ്രീ സുരേന്ദ്രൻ പറയുന്ന ഒരു കാര്യം നിലവിൽ നടപ്പാക്കാനുള്ള എന്തെങ്കിലും രീതിയിലുള്ള സാധ്യത ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതല്ലാതെ ആസ് എ പോളിസി മാറ്റർ വേണമെങ്കിൽ ഇത് സർക്കാരിന് തീരുമാനിക്കും. ഇപ്പോൾ നമുക്കറിയാമല്ലോ, കേരള എന്ന് പറയുന്ന പേര് കേരള എന്നല്ല കേരളം എന്ന് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ ഒരു താല്പര്യമുണ്ട്. അപ്പോൾ അങ്ങനെ പ്രമേയം പോലും നമ്മൾ പാസ്സാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ളതിൻ്റെ അതിൻ്റെ ഒരു ഇനിഷ്യേറ്റ് ചെയ്യപ്പെടുന്നത് സംസ്ഥാന നിയമസഭയിൽ നിന്നാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ശ്രീ സുരേന്ദ്രന്റെ പ്രസ്താവനയ്ക്ക് വലിയ പ്രാധാന്യം ഒരുപക്ഷെ ഇന്നത്തെ രാഷ്ട്രീയ കേരളം നൽകാതിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് ഇത് പറയാം, അവകാശപ്പെടാം. പക്ഷേ അത് ലോക്സഭാ മണ്ഡലവും അല്ലെങ്കിൽ അതിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു റോൾ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അത് വേണമെങ്കിൽ ആദ്യം അദ്ദേഹത്തിന്റെ പാർട്ടി കേരള നിയമസഭയിൽ ഒരു നിർണായക സ്വാധീനമാക്കി വരികയും ഒരു പ്രമേയം പാസ്സാക്കാനുള്ള അംഗബലത്തിലേക്ക് എത്തിച്ചേരുകയുമാണ് ആദ്യം ചെയ്യേണ്ടത്. ശ്രീ മഞ്ജുഷ്, ശരിയാണ്. അതിൽ സാങ്കേതികമായ തടസ്സങ്ങൾ ഏറെയുണ്ട്. അതുകൊണ്ട് ഇത് സുരേന്ദ്രൻ പറഞ്ഞു എന്ന് വെച്ച് ഉടൻ തന്നെ സുൽത്താൻ ബത്തേരി എന്നുള്ള പേര് ഗണപതി വട്ടം എന്നൊന്നും ആകാൻ പോകുന്നില്ല. അത് താങ്കൾ പറഞ്ഞതിൽ നിന്ന് അത് കാര്യങ്ങൾ വ്യക്തവുമാണ്.